ജനം ടി വിയിലെ പച്ചക്കള്ളം പൊളിക്കുന്നു. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. കാവിക്കള്ളം ജനം ടി വിയിലെ പൊളിക്കുന്നു. ജനം ടി വി ശബരിമല കാലത്ത് ചെയ്ത നല്ല കാര്യങ്ങളോടൊക്കെ ബഹുമാനമാണ്. എന്നാൽ മുസ്ലിങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ യാതൊരു മടിയുമില്ലാതെ പച്ചക്കള്ളം പറയുന്നത് ജനം ടി വിക്ക് ചേർന്നതല്ല. RSSന്റെ പ്രസ്ഥാനമാണ് ജനം ടി വി. യഥാർത്ഥത്തിൽ RSSകാരോട് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമര കാലത്ത് പറഞ്ഞതാണ് ഇന്നും പറയാനുള്ളത്. ഹിന്ദുക്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനെ അഭിനന്ദിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളെ കുറിച്ച് കള്ളവും വിദ്വേഷവും പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. നമുക്ക് ആ ജനം ടി വിയുടെ പച്ചക്കള്ളം, കാവിക്കള്ളം എന്താണെന്ന് നോക്കാം. പോലീസ് രേഖകളും ആംബുലൻസ് രേഖകളും പരിശോധിക്കാം. ഇർഫാന എന്നൊരു നല്ല മുസ്ലിം സ്ത്രീ ഒരു പാവപ്പെട്ട ഹിന്ദുവിനെ സംസ്കരിച്ചതിനെ കുറിച്ച് പോലും കള്ളം പറയാൻ അവർക്ക് ഒരു മടിയുമില്ല. അതും ഉളുപ്പില്ലാതെ കള്ളം പറയാൻ ഒരു മടിയുമില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ വസ്തുത. നമുക്കപ്പോൾ എന്താണ് ആ കള്ളങ്ങളെന്ന് നോക്കാം. അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാം. അതിന് പോലീസ് രേഖകൾ, ആംബുലൻസിൽ ഇനി ഞാൻ ആംബുലൻസിന്റെ ആളോട് സംസാരിച്ചു. അതായത് ആംബുലൻസിൽ നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുപോയ RSSന്റെ നാരായണനെ കൊണ്ടുപോയ ആംബുലൻസിനോട് സംസാരിച്ചു. ഇപ്പോൾ ഒരു സേവാഭാരതിയുടെ ആംബുലൻസ് ആണ്, RSSന്റെ ആംബുലൻസ് ആണെന്നാണ് പറയുന്നത്. പച്ചക്കള്ളമാണ്. ആംബുലൻസ് ഡ്രൈവറിനോടുള്ള സംഭാഷണമുണ്ട്, അത് നമുക്ക് കേൾക്കാം. എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യരുത്. ഈ പച്ചക്കള്ളം ഇങ്ങനെ വിളിച്ച് പറയരുത്. ഒരു മനുഷ്യൻ മരിച്ചതാണ്, ഒരു ഹിന്ദു മരിച്ചതാണ്, പോട്ടെ RSSകാരൻ മരിച്ചതാണ്. ആ മരിച്ച ശരീരത്തോട് ബഹുമാനം ഉണ്ടെങ്കിൽ അയാളെക്കുറിച്ചും അയാളെ സഹായിച്ചവരെ കുറിച്ചും കള്ളം പറയരുത്. നമുക്കതിൻ്റെ ആദ്യ കള്ളം നോക്കാം. ഇത് ജനം ടി വി തന്നെ കൊടുത്തിരിക്കുന്ന വാർത്തയിൽ വന്ന പോലീസിന്റെ നിരാക്ഷേപ പത്രമാണ്. ശ്രദ്ധിക്കണം, RSSന്റെ ജനം ടി വിയിൽ വന്ന നിരാക്ഷേപ പത്രമാണ്. ഒന്നുകൂടെ, RSSന്റെ ജനം ടി വിയിൽ വന്ന, ശ്രദ്ധിച്ചു നോക്കിക്കോണേ, ജനം ടി വി തന്നെയാണല്ലോ. ജനം ടി വി വന്ന നിരാക്ഷേപ പത്രമാണ്. അത് സൂക്ഷിച്ച് വായിച്ചാൽ അറിയാം. ചടങ്ങുകൾക്കായി സയ്യദ് ഓർഫനേജിന് കൊടുത്തിരിക്കുന്നു. നമുക്കിനി അതിന്റെ ഫുൾ രേഖകളും കാണാം. എന്തൊരു കള്ളമാണ്. സേവാഭാരതിയാണ് ഇത് ചെയ്തത്. നോക്കിക്കോണേ, നിരാക്ഷേപ പത്രം, മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നോക്കിക്കോളൂ, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ഞാനിത് ഫുള്ള് വായിക്കാം. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസക്കാരനായ ശ്രീ നാരായണൻ എന്നയാൾ ടിയാന്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സാമ്പത്തിക പ്രയാസം മൂലം ടിയാനെ രോഗബാധിതനായി ചികിത്സിക്കാത്തതിനാൽ ടിയാന്റെ പരിചരണം മഞ്ചേശ്വരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സയ്യദ് ഓൾഡ് ഏജ് ഓൾഡ് ഏജ് ഓർഫനേജ് അധികൃതർ നടത്തിവരുന്നതായും ടിയാന്റെ തുടർ ചികിത്സയ്ക്കായി ടിയാനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ടിയാൻ മരണപ്പെട്ടതായും ടിയാന്റെ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്നും മരണപ്പെട്ട നാരായണന്റെ രക്തബന്ധുക്കളായ സഹോദരി കമല, വൈഫ് ഓഫ് അണ്ണ ശിഗൂർ പദവ്, ചിർല PO, മീഞ്ച ഗ്രാമപഞ്ചായത്ത്, കാസർഗോഡ് ജില്ല എന്നിവർ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനാൽ പ്രസ്തുത മൃതദേഹം മരണാനന്തര ചടങ്ങുകൾക്കായി സയ്യദ് ഓൾഡ് ഏജ് ഓർഫനേജ് അധികൃതർക്ക് കൈമാറുന്നതിനുള്ള നടപടിക്കായുള്ള നിരാക്ഷേപ പത്രം. നോക്കിക്കോണേ, ഞാൻ ആരോ ഇട്ടിട്ടുണ്ട്. സേവാഭാരതി എന്നാണോ ഇതിൽ എഴുതിയിരിക്കുന്നത്? സയ്യദ് ഓൾഡ് ഏജ് ഓർഫനേജ്. നോക്കിയാൽ മതി. ഒരു മടിയുമില്ലാതെ, നാണവും മാനവും ഇല്ലാതെ കള്ളം പറയുകയാണ്. എന്നിട്ട് അവിടെ കൊണ്ടുപോകും. ആർക്ക് കൊടുത്തു? പോലീസ് ആർക്കാ കൊടുത്തത്? സയ്യദ് ഓൾഡ് ഏജ് ഓർഫനേജ്. രണ്ട്, ഈ ആംബുലൻസിനെ കുറിച്ചാണ് ജനം ടി വി പച്ചക്കള്ളം പറയുന്നത്. സേവാഭാരതിയുടെ ആംബുലൻസ് ആണെന്ന്. ഈ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ഇതിന്റെ നമ്പർ കിടപ്പുണ്ട്. ആ നമ്പറിൽ ഞാൻ വിളിച്ച് സംസാരിച്ചതുകൊണ്ട് മേളി സഫാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സേവാഭാരതി എന്നല്ല. നമുക്ക് ആദ്യം ജനം ടി വി പറഞ്ഞ പച്ചക്കള്ളം ഒന്ന് കേൾക്കാം. പച്ചക്കള്ളം ഒന്ന് കേട്ടിട്ട് വരാം. ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒരുത്തനെ കുറിച്ച് കള്ളം പറയാൻ എങ്ങനെ പറ്റുന്നു? ഒരു മിനിമം മനുഷ്യന്റെ, ഒരു മരിച്ചു കിടക്കുന്നവന്റെ ഇതിനെക്കുറിച്ച് പറയാൻ ഒരു കള്ളം എങ്ങനെയാണ് ഒരു മനുഷ്യത്വം ഉള്ളവന് പറ്റുന്നതെന്നുള്ളതാണ്. കാസർഗോഡ് ഒരു സംഭവം അല്ലേ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു സംഭവം. ഇന്നലെ എനിക്കൊന്ന് ഏഷ്യാനെറ്റൊക്കെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. ഇതാണ് കേരള മോഡൽ. നിങ്ങളാണ് കള്ളം പറയുന്നത്. സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ നാരായണേട്ടൻ സംഘത്തിന്റെ ആളാന്ന് പറയുന്നുണ്ട്. നാരായണേട്ടനെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ പ്രവർത്തകനാണ്. ഇന്നലെ RSSകാരനാണെന്നുള്ളതിന് എന്താ തെളിവെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ജനം ടി വി തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ നാരായണേട്ടൻ സംഘത്തിന്റെ പ്രവർത്തകനാണെന്ന്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് ഏറ്റുവാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു കൗൺസിലർ അല്ലെ, ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഏറ്റുവാങ്ങുകയാണ്.
എന്നിട്ട് ചിതിയൊക്കെ ഒരുക്കി നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ആ ചിതിയൊക്കെ ഒരുക്കി കൊടുത്തു. ഇഷ്ടപ്പെടുന്നില്ല, മുസ്ലിമിനെ നന്നായി പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല. തൊട്ടടുത്തിരിക്കുന്ന രഘുവേട്ടൻ സേവാഭാരതിയുടെ ചുമതലയുള്ള ആള് തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. ചുമതലയുള്ള ആള് തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ഭൗതികദേഹം കൊണ്ടുവന്നത്. നാണമില്ലേ ഇങ്ങനെ പച്ച കള്ളം പറയാൻ? ഉളുപ്പില്ലാത്ത കള്ളം. ഞാൻ ആ നമ്പറിൽ വിളിച്ചു, 9847472244. ഇങ്ങനെ ഉളുപ്പില്ലാത്ത കള്ളം പറയുന്നത് എനിക്കത് കേട്ടിട്ട് അതിന്റെ ദേഷ്യം മാറുന്നില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഞാൻ ആ കോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 9847472244. നമസ്കാരം. കാസർകോട്ടെ ആംബുലൻസ് ആണോ? ക്ഷമിക്കണം, സഫാസ് എന്നുള്ളൊരു ആംബുലൻസ് അല്ലേ? മാഡം, ഇത് ഏത് ഓർഗനൈസേഷന്റെ ആംബുലൻസ് ആണ്? അതായത് മറ്റേ ഷെയ്ഖ് സായിദിന്റെയോ സേവാഭാരതിയുടെയോ അങ്ങനെ ആരുടെങ്കിലും ആണോ? ഇത് ആരുടെ? ഇത് ഓണർ ആരാ? അഷ്റഫ് എന്നൊരാൾ. നമ്മുടെ നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ ഇന്നലെ മരിച്ചില്ലേ? അതിനെ ഈ വണ്ടിയിലല്ലേ കൊണ്ടുപോയത്? ഈ വണ്ടിയിൽ തന്നല്ലേ? ഇതിന് സേവാഭാരതിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? സ്വന്തം വണ്ടി അല്ലേ? താങ്ക് യു മാഡം, താങ്ക് യു. എന്നിട്ട് അപ്പൊ ഈ നമ്പർ ഞാൻ രാത്രിയാണ് വിളിച്ചത്. കുറച്ച് കഴിഞ്ഞ് അവര് തിരിച്ചു വിളിച്ചു. അതിന്റെ ആള് റഫീഖ് എന്നാണ് പേര്. പുള്ളി തിരിച്ചു വിളിച്ചു. സന്തോഷം സാറിന്. ഞാനത് ഒന്ന് വെരിഫൈ ചെയ്യാൻ വിളിച്ചതാ. താങ്ക് യു സോ മച്ച്. സഫാസ് എന്നല്ലേ എഴുതിയിരിക്കുന്നത്? എന്തായി സഫാസ്? സഫാസ് എന്ന് പറഞ്ഞാല് പിന്നെ ഓണറുടെ പേരും ഓണറുടെ വൈഫിന്റെ പേരും 3 പിള്ളേരുടെ പേരും കൂടി അക്ഷര ലെറ്റർ വെച്ചിട്ട്. ഓ, അങ്ങനെയാണ് സഫാസ് വരുന്നത് അല്ലേ? മുസ്ലിം ഫാമിലി അല്ലേ? അതെ. ശരി. ഓക്കെ സാർ. അല്ല, ഇത് സേവാഭാരതിയുടെ ആംബുലൻസ് ആണെന്ന് ചില ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ എടുത്തു പറഞ്ഞതാ. ഓക്കെ, ശരി. പച്ചക്കള്ളം ചാനലിലൂടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞ് ചുമതലയുള്ള ആള് തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്നും നാണം വരുന്നില്ലേ ഭായി? നാണമില്ലേ നിങ്ങൾക്ക്? കൂടെയുള്ള ഒരുത്തൻ മരിച്ചു കിടന്ന് വേറൊരാൾ ഉപകാരം ചെയ്തിട്ട് ആ ഉപകാരത്തിനെ മാനിക്കാതെ ബഹുമാനിക്കാതെ മറുവശത്ത് മുസ്ലിം ആണെന്ന് കണ്ടുകൊണ്ട് പച്ച കള്ളം പറഞ്ഞ് ആ മരിച്ച നാരായണൻ എന്ന് പറയുന്ന ആളെ അപമാനിക്കാൻ പറ്റില്ല. ഇപ്പം വാട്സപ്പിൽ കാര്യമായിട്ട് ക്യാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട്. CPM-ന്റെ ക്യാപ്സ്യൂൾ പോലെ. ഇർഫാനെ വന്നൊരു വിറക് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇർഫാനയ്ക്കും സയ്യദ് ഓൾഡ് ഏജ് ഹോമിനുമാണ് നമ്മുടെ പോലീസുകാർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കല്ല. നിങ്ങൾ ആരും അവിടെ മൈൻഡ് ചെയ്തില്ല. ഒരുത്തൻ ചത്ത് കിടന്നിട്ട് നീ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. ആ തിരിഞ്ഞു നോക്കാത്ത നിങ്ങൾ ആ ഇർഫാന എന്ന് പറയുന്ന സ്ത്രീ അവരുടെ നന്മ കാരണം, സയ്യദ് ഓൾഡ് ഏജ് ഓർഫനേജ് അവരുടെ നന്മ കാരണം എല്ലാ പണിയും ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് നിരാക്ഷേപ പത്രവും മേടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളാണെന്ന് പറയാൻ വല്ലാത്തൊരു ഉളുപ്പില്ലായ്മ വേണം. മരിച്ചു കിടക്കുന്ന ഒരു RSSകാരനാണ്. ആ RSSകാരനെ മൃതദേഹത്തെ എങ്കിലും ബഹുമാനിക്കാൻ പഠിക്കണം. ഇങ്ങനെ പച്ച കള്ളം പറയാതെ. ദൈവം അനുഗ്രഹിക്കട്ടെ.